ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ കമൻറ്റ് ഞാനിപ്പോൾ ഈ ഡെൻ്റൽ കെയറിൻ്റെ ഒരു സീരീസ് ഇട്ടപ്പോഴത്തേനും ചോദിച്ച ഒരു വ്യക്തിയുടെ കമൻറ്റാണ്. കമൻ്റ് അല്ല, ആക്ച്വലി പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചതാണ്. ഓഫ് കോഴ്സ് നിങ്ങളുടെ പല്ലിൽ ഇട്ടിരിക്കുന്ന ക്യാപ്പുകൾക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇൻഫെക്ഷൻ ഉണ്ടാകും. സോ അതെപ്പോഴും ക്ലിയർ ആയിട്ടിരിക്കുക. നിങ്ങളെപ്പോഴും ഒരു 3 months കൂടുമ്പോൾ നിങ്ങളുടെ ഓറൽ കെയറിന് വേണ്ടിയിട്ട് ഒന്ന് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവുക, എല്ലാം ഓക്കെ ആണെന്നുള്ളത്. വീണ്ടും ഞാൻ പറയുന്നു, അപ്പോൾ ഫൈനലെന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡോക്ടറിൻ്റെ മാത്രം നിങ്ങൾ കാശിൻ്റെ ഒരു കാര്യം വിചാരിച്ചിട്ടോ ഇല്ലെങ്കിൽ എന്ന് കരുതിയിട്ട് കാശ് കുറവുള്ള ഒരു ഡെൻ്റൽ ക്ലിനിക്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കിട്ടത്തില്ല എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ബട്ട് ഒരു 1, 2, 3 ക്ലിനിക്കിൽ നിങ്ങൾ പോവുക, നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ ഡോക്ടേഴ്സ് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇപ്പോൾ ഒത്തിരി ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറ്റും, ജെമിനി ഉണ്ട്, ChatGPT പോലുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഓക്കെ, ഇതുപോലുള്ള കാര്യങ്ങൾ, ബിക്കോസ് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെക്കാൻ പറ്റില്ല. അനാവശ്യമായിട്ട് ഉപയോഗിക്കാതെ ഇതുപോലത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുക. ഇന്ന കാര്യങ്ങളുണ്ട്, ഇതൊക്കെ ഓക്കെ ആണെന്നുള്ളത്. പിന്നെ നിങ്ങൾ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ബാക്കി കെയറിങ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് പ്രോപ്പറായിട്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു ടൂത്ത് ബ്രഷ് എടുത്തിട്ട് നിങ്ങൾ ഉപയോഗിക്കാണ്ട്, ഞാൻ അതിൻ്റെ സീരീസ് വേറെ ആയിട്ട് ഇടാം കേട്ടോ, ലൈക്ക് ഓറൽ കെയറിന് വേണ്ടിയിട്ടുള്ളത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഏതൊക്കെ പ്രോഡക്റ്റ് യൂസ് ചെയ്യണം എന്നുള്ളത്. ടൂത്ത് ബ്രഷിനെ പറ്റിയിട്ട് യൂഷ്വലി നമ്മുടെ മലയാളീസ് എല്ലാവരും ചെയ്തൊരു കാര്യമാണ്, നല്ല ഹാർഡായിട്ടുള്ള ബ്രഷ് മേടിച്ചിട്ട് ഇങ്ങനെ ഇട്ടങ്ങ് ഉരയ്ക്കുക. അതാണ് ഏറ്റവും റോങ്ങസ്റ്റ് വേ. നിങ്ങളുടെ ഗംസിനെ ഏറ്റവും പെട്ടെന്ന് ഡാമേജ് ആക്കുന്നൊരു കാര്യമാണ്. സോ നിങ്ങളുടെ പല്ലിന് വിടവുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്മെൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിലോ, പെയിൻ വരുന്നുണ്ടെങ്കിലോ, പുളിപ്പ് വരുന്നുണ്ടെങ്കിലോ, കൺസൾട്ട് ചെയ്യ ഡോക്ടർ. ഒരു ഡോക്ടർ പറയുന്നത് മാത്രം കേൾക്കാണ്ട് 2-3 കൺസൾട്ടേഷൻ ഉറപ്പായിട്ടും ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, ഈ ഡെൻ്റൽ ക്ലിനിക്കിൽ പോയിട്ടുള്ള ഇഷ്യൂസ് എന്ന് പറയുന്നത്, ഈ ക്ലീൻ ചെയ്യുമ്പോൾ പലരും പറയാറുണ്ട് നിങ്ങൾക്ക് പെയിൻ വരും എന്നുള്ളത്. ഈ ക്ലീനിങ് പ്രോസസ്സിനോ ഇല്ലെങ്കിൽ ചെക്കപ്പ് ചെയ്യുന്ന പ്രോസസ്സിനോ ആക്ച്വലി ഒരു പെയിനും ഉണ്ടാവില്ല, അത് പ്രോപ്പർലിയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വെക്കുക. പെയിൻ ടോളറൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ബട്ട് ഇതിനൊന്നും പെയിൻ എടുക്കില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം എന്ന് പറയുന്നത്. സോ ട്രൈ ടു മെയിൻറ്റെയിൻ യുവർ ഓൾ ഓവർ ഹെൽത്ത്. അതിൽ ഡെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓറൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ചോദിച്ച ആൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കുക കേട്ടോ.